ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവാഞ്ചൽ ബ്ലെസ്സിങ്സ് എന്ന ഈ ദൈവിക ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭാ വിശ്വാസികൾ എന്നും നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്ന വിശുദ്ധമായ ഒന്നാണ് ഹോളി വാട്ടർ അഥവാ ഹനാൻ വെള്ളം. ഇതിൻ്റെ ഉപയോഗം പല കുടുംബങ്ങളിലും കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഹോളി വാട്ടർ ഒരിക്കലും സൂക്ഷിച്ച് ഉപയോഗിക്കാതെ എടുത്തു വെക്കേണ്ട ഒന്നല്ല. അത് ദിവസവും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചു പോരേണ്ട ഒരു പരിശുദ്ധ ദൈവിക അനുഗ്രഹമാണ്. ഇന്ന് നമുക്ക് ഹോളി വാട്ടർ അഥവാ ഹനാൻ വെള്ളം വീട്ടിൽ വെച്ചിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ ഹോളി വാട്ടർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളത് ഇനി മുതൽ ഉപയോഗിക്കും. സാത്താനും മറ്റു പൈശാചിക ശക്തികളൊക്കെ പറയുന്നത് ഇതൊരു ആസിഡ് വാട്ടർ ആണെന്നാണ്. തീക്കടൽ വരുന്നത് പോലെയാണിതെന്ന്. നെഗറ്റീവ് ശക്തികളെ പൊള്ളലേൽപ്പിക്കാൻ മാത്രം പവറുള്ള ഒരു വിശിഷ്ട ആയുധമാണ് ഹനാൻ വെള്ളം. നമ്മുടെ തിരുസഭയിലെ പല വിശുദ്ധരുടെയും രഹസ്യ ആയുധമായിരുന്നു ഈ ഹോളി വാട്ടർ. പലപ്പോഴും ഭൂതോച്ചാര അവസരങ്ങളിൽ ആ തീജ്വരം മാറ്റിവെക്കൂ എന്ന് സാത്താന്മാർ കരയുന്നത് പലപ്പോഴും നിരവധി ദൈവിക ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിട്ടുള്ള വൈദികന്മാർ പറഞ്ഞിട്ടുണ്ട്. നിരവധി ദൈവിക കൃപയാൽ സമ്പന്നനായ പാദ്രോ പിയോ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അദ്ദേഹം എപ്പോഴും ഒരു കുഞ്ഞു കുപ്പി ഹോളി വാട്ടർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട്. അതെന്തിനായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ജലം ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പാദ്രോ പിയോ നൽകുന്ന ചില മുന്നറിയിപ്പുകളെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നത്. ലാറ്റിൻ പള്ളികളിൽ ആനവാതിലിനോട് ചേർന്നുള്ള ഭാഗത്ത് ഹോളി വാട്ടർ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈസ്റ്റർ ദിവസം രാത്രിയിൽ പാതിരാ കുർബാനയിൽ പ്രാർത്ഥനയോടെ ഹോളി വാട്ടർ വെഞ്ചരിച്ച് ആശീർവദിച്ച് വിശ്വാസികൾക്ക് നൽകുന്ന ഒരു പാരമ്പര്യം കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം കത്തോലിക്ക വിശ്വാസികൾക്ക് അത്രത്തോളം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഹനാൻ വെള്ളം. എല്ലാ കത്തോലിക്ക വിശ്വാസികളുടെയും വീട്ടിൽ ഈ ഹോളി വാട്ടർ സൂക്ഷിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, നമുക്കറിയില്ലെങ്കിലും നരകത്തിലെ കറുത്ത മാലാഖമാർക്ക് ഹനാൻ വെള്ളത്തിൻ്റെ ശക്തി നന്നായിട്ടറിയാം. ഭൂമിയിലെ ചില പിശാചുകൾക്കും ഇതൊന്നും ഇഷ്ടമല്ല. പക്ഷേ വെറുതെ ഈ വിശുദ്ധ ജലം വീട്ടിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധനായ പാദ്രോ പിയോ നൽകുന്ന മുന്നറിയിപ്പുണ്ട്. നിങ്ങളുടെ കാരണവന്മാർ ഇത് ഉപയോഗിച്ചു പോന്നിരുന്നത് കൊണ്ട് ഞങ്ങളും ഇത് ഉപയോഗിക്കുന്നു. പക്ഷെ അതങ്ങനെയല്ല ഉപയോഗിക്കേണ്ട രീതി. ഈ ഒരു വിശുദ്ധ ജലം ഒരു ആത്മീയ വഴി തുറക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഓരോരോ പ്രശ്നങ്ങൾ, പിരിമുറുക്കങ്ങൾ, കാരണം കൂടാത്ത വഴക്കുകൾ, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, വീട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ചിലവുകൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, അസ്വസ്ഥതകൾ, പ്രാർത്ഥിക്കാനുള്ള മടി, കടബാധ്യത, ഇവയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മീയ വഴിയിൽ തടസ്സങ്ങളാണെന്ന് മനസ്സിലാക്കാം. വിശുദ്ധ ജലം വെറുമൊരു വെള്ളമല്ല, പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ശക്തമായ ദൈവ ആയുധമാണ്. ഒരു കൂദാശ പദാർത്ഥമാണ്. ഒരു പുരോഹിതൻ തൻ്റെ കയ്യൊപ്പിൻ്റെ അധികാരത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ആയുധങ്ങളിലൊന്നാണ് ഹോളി വാട്ടർ അഥവാ ഹനാൻ വെള്ളം. നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളെ സുഖപ്പെടുത്താനും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ശക്തികളെ തുരത്താനും വേണ്ടിയുള്ള ദൈവശക്തിയുള്ള ഒരു പദാർത്ഥമാണ് ഹോളി വാട്ടർ. ദൈവകൃപയുടെ ഒരായുധം തന്നെയാണിത്. ത്രിത്വദൈവത്തിൻ്റെ നാമത്തിൽ വെഞ്ചരിച്ച് ഉപയോഗിക്കുന്ന അത്യധികം ശക്തിയുള്ള ദൈവജലം. വിശുദ്ധ പാദ്രോ പിയോയ്ക്ക് പല കുടുംബങ്ങളിലും നടക്കുന്ന ആത്മീയ പോരാട്ടങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇത്രയും ശക്തമായ ആയുധം നമ്മളിലുണ്ടായിട്ടും അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാതെ ധാരാളം കത്തോലിക്ക വിശ്വാസികൾ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്.
നമ്മൾ അറിയാതെ ചെയ്തു പോരുന്ന 5 ഗുരുതര തെറ്റുകൾ ഈ നിമിഷം തിരുത്താനും തുടർന്നുള്ള ജീവിതത്തിൽ ഹോളി വാട്ടർ എങ്ങനെ ഉപയോഗിക്കണമെന്നും നമുക്ക് നോക്കാം. ഹനാൻ വെള്ളം ഒരിക്കലും വീട്ടിൽ വെറുതെ വയ്ക്കുവാനോ ഉപയോഗിക്കാതെ ഇരിക്കുവാനോ പാടുള്ളതല്ല. ഹനാൻ വെള്ളം വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കേണ്ട ഒന്നല്ലെന്നും ദിവസവും പ്രാർത്ഥിക്കുന്നത് പോലെ ദിവസവും ഇത് ഉപയോഗിച്ചാൽ വീട്ടിൽ കാലക്രമേണ ഒരു സംരക്ഷണ വലയം രൂപപ്പെട്ടു വരികയും നെഗറ്റീവ് എനർജി കുറയുകയും ചെയ്യുന്നു. എന്നും പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷമോ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമോ നിങ്ങൾ കൂടുതൽ നേരം ഇരിക്കുന്ന ഹാളിലും കിടപ്പുമുറിയിലും കുറച്ച് ഹനാൻ വെള്ളത്തുള്ളികൾ തളിക്കുക. ജോലിക്ക് പോകുന്നവരായാലും പഠിക്കാൻ പോകുന്നവരായാലും വീടിന് പുറത്തു പോകുമ്പോൾ ഹോളി വാട്ടർ വിരലിൽ തൊട്ട് നെറ്റിത്തടത്തിൽ കുരിശ് വരയ്ക്കുക. എല്ലാ ദിവസവും ഇത് കൃത്യമായി ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പ്രാർത്ഥനയോ നിയോഗമോ ഒന്നുമില്ലാതെ വിശുദ്ധ ജലം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതായത് നമ്മൾ തിരക്കിലായിരിക്കുന്ന സമയങ്ങളിൽ ധൃതിയിൽ പെട്ടെന്ന് ഇത് ഉപയോഗിച്ചിട്ട് പോകുന്ന അവസ്ഥയുണ്ട്. അത് ഒരിക്കലും പാടുള്ളതല്ല. കാരണം പ്രാർത്ഥനയോടുകൂടി മറ്റ് ചിന്തകളൊന്നും തന്നെ ഇല്ലാതെ വിശ്വാസ പ്രമാണമോ സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയം ഇതിലേതെങ്കിലും ഒരു നിമിഷം ചൊല്ലി വിശ്വാസത്തോടു കൂടി വേണം ഹനാൻ വെള്ളം ഉപയോഗിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഹനാൻ വെള്ളം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വീടിൻ്റെ പ്രധാന പ്രവേശന വാതിലുകളും ജനലുകളും എല്ലായ്പ്പോഴും മറന്നു പോകുന്നു എന്നതാണ്. അതായത് നമ്മുടെ വീടിൻ്റെ പ്രധാന പ്രവേശന കവാടം എന്നത് മുന്നിലെ വാതിലുകളാണ്. പുറത്തു പോയി വന്ന നമ്മളായാലും പുറത്തു നിന്ന് വരുന്ന ഒരാളായാലും അവരുടെ ഒപ്പം അവർ പോയ സ്ഥലങ്ങളിൽ നിന്നുള്ള നെഗറ്റീവ് ശക്തികൾ അവരുടെ ഒപ്പം നമ്മുടെ വീട്ടിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ആയതിനാൽ ഇനി മുതൽ തീർച്ചയായും നിങ്ങൾ വീടിൻ്റെ വാതിലുകൾ, ജനലുകൾ, വാഷ് ബേസിൻ, ടോയ്ലറ്റിൻ്റെ എയർ കണ്ടീഷൻ തുടങ്ങിയ എല്ലാ പ്രവേശന സ്ഥലങ്ങളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ ജലത്താൽ ശുദ്ധീകരിക്കുക. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പ്രധാന പ്രവേശന വാതിലുകളിൽ വിശുദ്ധ ജലം ഉപയോഗിച്ച് കുരിശ് വരയ്ക്കുക. അടുത്തതായി നമ്മൾ തീരെയും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം, ബെഡ്റൂമിലെ കട്ടിലുകൾ തുടങ്ങിയവ. ഉറക്കത്തിലെ പൈശാചിക ആക്രമണം, ഉറക്കമില്ലായ്മ, ദുസ്വപ്നങ്ങൾ കണ്ട് ഉണരുന്ന അവസ്ഥ, ഇതെല്ലാം നിങ്ങളുടെ കിടക്ക കട്ടിലുകളിൽ പൈശാചിക ആക്രമണം ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഉറങ്ങുന്നതിന് മുൻപ് സമാധാനപരമായ ഉറക്കത്തിന് 1 മിനിറ്റ് നേരം ബെഡിലിരുന്ന് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ പിതാവേയും നന്മ നിറഞ്ഞ മറിയവും ഒരു തവണയെങ്കിലും ചൊല്ലി കുരിശു വരയ്ക്കുക. എന്നിട്ട് വിശുദ്ധ ജലം ഉപയോഗിച്ച് കട്ടിലിൽ തല വയ്ക്കുന്ന ഭാഗത്ത് കുരിശു വരയ്ക്കുക. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മളെപ്പോഴും ചെയ്യാൻ വിട്ടുപോകുന്നതുമായ ഒന്നാണ്. അത് കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യാൻ മറന്നു പോകുന്ന അവസ്ഥ. പലപ്പോഴും നെഗറ്റീവ് ശക്തികൾക്ക് നമ്മെ ആക്രമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ വീട്ടിലെ കുഞ്ഞുങ്ങളെ ആക്രമിച്ച് നമ്മളെ തകർക്കാൻ ശ്രമിക്കും. ആയതിനാൽ എന്നും കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ ജലത്താൽ കുരിശടയാളം വരച്ച് അവരുടെ സംരക്ഷണത്തിനും സമാധാനപരമായ ഉറക്കത്തിനും വേണ്ടി ഈ ഒരു കാര്യം ചെയ്യുക. പാരൻസ് ഇത് ദിവസവും ഓർത്ത് ചെയ്യേണ്ട ഒന്നാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് പിശാചുക്കളാണ്. ഈ കാര്യം ദൈനംദിനം ചെയ്യുന്നവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന സംരക്ഷണ വലയത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ് അടുക്കള, അല്ലേ? വീട്ടിൽ എല്ലാവരുടെയും ഇഷ്ടത്തിന് ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു സ്ഥലം, സ്ത്രീകൾ ഒത്തിരി നേരം സമയം ചിലവഴിക്കുന്ന സ്ഥലം. അവിടെയും ഈ പരിശുദ്ധ ജലം നിങ്ങൾ എത്തിക്കേണ്ടതാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന അടുപ്പിൻ്റെ മുകളിലോ ഗ്യാസ് സ്റ്റവിന് മുകളിലോ പരിശുദ്ധ ജലം ഉപയോഗിച്ച് കുരിശ് വരയ്ക്കുക. ദിവസവും രാവിലെ ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലത്.
ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്യേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഈ ഹനാൻ വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ വെറും സംരക്ഷണം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് രോഗങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ ഇവയെല്ലാം മാറി നിൽക്കും. സമാധാനത്തിൽ ഒരു ദേവാലയമായി നിങ്ങളുടെ ഭവനങ്ങളും കുടുംബങ്ങളും മാറി വരും. ഇന്നു മുതൽ ഈ ഹോളി വാട്ടർ ഇങ്ങനെ ഉപയോഗിക്കുക. വീട്ടിൽ ഇരിപ്പില്ലെങ്കിൽ നിങ്ങളുടെ ദേവാലയത്തിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങുക. ഈ അമൂല്യ സമ്മാനം ഈ നിമിഷം മുതൽ ഉപയോഗിച്ച് ഈശോ തമ്പുരാൻ്റെ കൃപയോടുകൂടെ നിങ്ങൾ ജീവിക്കുക. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യണേ. ഒപ്പം ഈ ദൈവിക ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ളവർ കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.